യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. കളകളുടെ ഉപമയുടെ വിശദീകരണമാണ് വചനഭാഗം. മറ്റൊരാളുടെ വയലിൽ കളകൾ വിതയ്ക്കുന്നത് മറ്റൊരാളോട് പ്രതികാരം ചെയ്യാനും വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു മാർഗമായിരുന്നു. ഇന്നത്തേതിന് സമാനമായ മറ്റൊരു രീതി, അപരൻ്റെ നന്മയിൽ സന്തോഷിക്കാതെ അവനെ നശിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അപരൻ്റെ നാശം ആഗ്രഹിക്കുന്ന ഒരു പ്രതീതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഉപമയിലൂടെ ക്രിസ്തു ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. എന്താണ് എൻ്റെ മനോഭാവം? അപരൻ്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു പ്രകൃതമാണോ, അതോ അപരൻ്റെ നന്മയിൽ സന്തോഷിക്കാതെ ആ സന്തോഷം കെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവമാണോ എൻ്റേത്? സുവിശേഷത്തിൽ വിതക്കാരൻ ദൈവം തന്നെയാണ്. വിതയ്ക്കുന്ന ഗോതമ്പ് ഒരുപക്ഷെ മനുഷ്യരായ നാം ഓരോരുത്തരും തന്നെയാണ്. ദൈവത്തിന് നാം ഓരോരുത്തരും വിലപ്പെട്ടതാണ്. കാരണം സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയൊരു കാര്യമാണ്. കാണാതെ പോയ ആടിനെ കണ്ടെത്തുന്നതുവരെ അത് ആവേശത്തോടെ അന്വേഷിക്കുന്നു. നഷ്ടപ്പെട്ട നാണയം അത് കണ്ടെത്തുന്നവരെ തീവ്രമായി തിരയുന്നു. ബാക്കി വന്ന അപ്പകഷ്ണങ്ങൾ ഭക്തിപൂർവ്വം ശേഖരിക്കുന്നു. മരത്തിൽ മറഞ്ഞിരിക്കുന്ന നിരാകരിക്കപ്പെട്ട കുറിയ മനുഷ്യന് ജീവിതത്തിൽ പുതിയ അധ്യായം നൽകുന്നു. വ്യഭിചാരത്തിൽ അകപ്പെട്ട ഏതാണ്ട് കല്ലെറിയപ്പെട്ട സ്ത്രീക്ക് പുതിയ ജീവിതം നൽകുന്നു. പാറയെന്ന് വിളിക്കപ്പെടുന്ന 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആവേശഭരിതനായ മത്സ്യത്തൊഴിലാളിയെ തിരികെ സ്വീകരിക്കുന്നു. തീർച്ചയായും നാം ഓരോരുത്തരും വിലയേറിയ ഒരു ഗോതമ്പാണ്. പലപ്പോഴും നാം നന്മയുടെ പാതയിൽ നകന്ന് തിന്മയിൽ ജീവിക്കുമ്പോഴും പാപവും ദുഷിച്ച പ്രവണതകളും ജീവിതത്തിൽ അനുദിനം കൈകാര്യം ചെയ്യുമ്പോഴും ദൈവമായ കർത്താവ് ഇന്നും നമ്മെ അന്വേഷിക്കുകയാണ്. പലപ്പോഴും ഗോതമ്പാകുന്ന നമ്മുടെ ജീവിതത്തിൽ കളകൾ വീണു പോകുമ്പോഴും എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് അതിനെ പിഴുതെറിയുവാൻ സമ്മതിക്കാത്തത്? കാരണം അതിനോടൊപ്പം ഗോതമ്പും നഷ്ടപ്പെട്ടു പോയേക്കാം, നമ്മുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോയേക്കാം. ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ വാരിക്കോരി തരുന്നു. തിന്മയുടെ നടുവിലാണ് നാം ജീവിക്കുന്നതെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കളകളെയെല്ലാം മറച്ചു വച്ചുകൊണ്ട് വലിയൊരു ഗോതമ്പ് മണിയായി വളർന്നു വരുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. അതിന് നമുക്കൊരു തിരിച്ചറിവ് അനിവാര്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും പലപ്പോഴും ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഞാൻ ഈ ലോക വ്യഗ്രതകളിൽ മുഴുങ്ങി പലപ്പോഴും തകർന്നു പോകുമ്പോഴും ദൈവം എന്നെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്തുകൊണ്ട് നല്ല ഒരു ഗോതമ്പ് മണിയായി അനേകർക്ക് പ്രയോജനം നൽകുന്ന ഒരു ഭക്ഷണമായി നമുക്ക് മാറാം. അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.